40 ദിവസം കഴിഞ്ഞ് കത്തിച്ചാമ്പലാകൂ എന്ന് പറയുന്ന തീരുമാനം മാറ്റി വരുത്തുവാനിരിക്കുന്ന കോപശിക്ഷ അവരിൽ നിന്ന് മാറ്റുകയാണ്. നോമ്പ് അത്ര ബലമുള്ളതാണ്. നോമ്പ് അത്ര പരിവർത്തനം വരുത്തുന്നതാണ്. നോമ്പ് അത്ര സ്നേഹത്തോടെ നമ്മളെ സമീപിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നോമ്പ് അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. ഈ നോമ്പിനെ ഒരു ക്ഷീണമായി, ഒരു നഷ്ടമായി കാണാതെ, ജീവിതത്തിലെ ഭാഗ്യാവസ്ഥകളുടെ, ജീവിതത്തിൽ ദൈവം തരുന്ന ഏറ്റവും ഭാഗ്യമായിട്ടുള്ള ദിവസങ്ങളായിട്ട് അതിനെ സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് യാത്ര തുടങ്ങാം. ഈ പാതി ദിവസം പിന്നിടുമ്പോൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ച് അനേകം സൗഖ്യങ്ങളുടെ കഥകൾ ഇങ്ങനെ കേട്ടുവരികയാണ്. തമ്പുരാൻ്റെ അടുത്ത് ചെന്ന അനേകം വ്യക്തികളെ അവൻ സ്പർശിക്കുകയും അവൻ്റെ സംസാരത്തിലൂടെയും അവൻ്റെ ദർശനത്തിലൂടെയും ഒക്കെ സൗഖ്യം നൽകി. ഞാൻ ലോകത്തിൽ കടന്നു വന്നത് ആത്മാവ് നഷ്ടപ്പെട്ട, പാപത്തിൽ മരിച്ചു കിടന്ന മനുഷ്യ